ഹായ്, നമസ്കാരം. ഇന്ന് ലാറ്റക്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് കീവേഡ്സ് പരിചയപ്പെടാം. ഗൈസ്, യു ആർ വാച്ചിങ് Elacsta. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമേ തന്നെ ലാറ്റക്സിൽ ഉപയോഗിക്കുന്ന കുറച്ച് ബേസിക് ആയ ടെക്സ്റ്റ് സൈസുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി ഉള്ളതാണ് ടൈനി. അതിനുവേണ്ടി /tiny എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് വേണ്ട കണ്ടന്റ് ആഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി സ്മോൾ. അതിനുവേണ്ടി /small എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് വേണ്ട കണ്ടന്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നോർമൽ സൈസ്, ലാർജ്, ഹ്യൂജ് എന്നീ കമാൻഡ്സ് ഉപയോഗിച്ചും ടെക്സ്റ്റിന്റെ സൈസ് നമുക്ക് വേരി ചെയ്യാവുന്നതാണ്. ഇവയെല്ലാമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ടിലെ ടെക്സ്റ്റ് സൈസുകൾ. അടുത്തതായി എങ്ങനെ ടെക്സ്റ്റിന്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം നോക്കാം. ആദ്യമേ തന്നെ ബോൾഡ്. അതിനുവേണ്ടി /textbf എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വേണ്ട കണ്ടന്റ് എന്താണോ അത് ബ്രാക്കറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റാലിക്സ് ആഡ് ചെയ്യാൻ വേണ്ടി /textit എന്ന കമാൻഡ് യൂസ് ചെയ്യാം. അണ്ടർലൈൻ ആഡ് ചെയ്യാൻ വേണ്ടി /underline എന്ന കമാൻഡും യൂസ് ചെയ്യാം. ഇവ കൂടാതെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ടെക്സ്റ്റ് സ്റ്റൈലുകളും ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഒരു 3 എക്സാമ്പിളോട് നമുക്ക് നോക്കാം. അവയാണ് ടെക്സ്റ്റ് TT, iTextS, ടെക്സ്റ്റ് RM. ജസ്റ്റ് ഒന്ന് റീകമ്പൈൽ ചെയ്ത് നോക്കാം. സോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ നമുക്ക് റിപ്പോർട്ടിൽ കാണാവുന്നതാണ്. ഇവ കൂടാതെ നമ്മൾ മുമ്പ് പരിചയപ്പെട്ട കീവേഡ്സിന്റെ കോമ്പിനേഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് 2 എക്സാമ്പിൾ നോക്കാം. ആദ്യമേ തന്നെ ബോൾഡും ലാർജും കമ്പൈൻ ചെയ്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അടുത്തതായി ടൈപ്പ് റൈറ്റർ ടെക്സ്റ്റും ഹ്യൂജും കമ്പൈൻ ചെയ്ത് നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾക്ക് എത്ര കോമ്പിനേഷൻ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. എങ്ങനെ നമ്മുടെ ടെക്സ്റ്റിന് കളർ ആഡ് ചെയ്യാം നോക്കാം. അതിനുവേണ്ടി Xcolor എന്നൊരു യൂസർ പാക്കേജ് ആഡ് ചെയ്യാം. നമ്മൾക്ക് ഏത് കളറാണോ ആവശ്യം ആ കളർ /color എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ബ്രാക്കറ്റിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട കണ്ടന്റും ആഡ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് 2 എക്സാമ്പിൾ നോക്കാം. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ റെഡും ബ്ലൂവുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഫയല് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് ഓവർലീഫിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് വഴി ഞങ്ങളെ അറിയിക്കുക.